പോപ്പിൻ്റെ ഒരു തീർപ്പ് ക്രൈസ്തവരുടെ ഇടയിലും ലോകം മുഴുവനും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കന്യാമാതാവിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ദൈവമാതാവല്ല എന്നും സഹരക്ഷകയല്ല എന്നുമൊക്കെയുള്ള പോപ്പിൻ്റെ തീർപ്പാണ് ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ വലിയൊരു ആശയക്കുഴപ്പത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇത് ആ സഭയ്ക്കുള്ളിൽ തന്നെ ഒരു വിള്ളൽ വീഴ്ത്തുന്നു. ലോകത്തെ മതഗ്രന്ഥങ്ങളിൽ ഞാൻ വായിച്ചിട്ടുള്ളതിൽ ഈ വ്യാഖ്യാനങ്ങൾ അധികം ഇറങ്ങാത്ത ഒരു പുസ്തകം പുതിയ നിയമമാണ്. പുതിയ നിയമം ജീസസിൻ്റെ ശിഷ്യന്മാരും പറഞ്ഞ ലേഖനങ്ങൾ ചേർത്തുള്ള ഒരു സംഗ്രഹമാണ്. അപ്പോൾ നമുക്ക് ഭഗവത്ഗീതയ്ക്ക് ഏകദേശം 700ഓളം ഇന്ത്യൻ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം പുതിയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത, അതിൽ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ വളരെ ഷാർപ്പായിട്ടും ലളിതമായിട്ടും ഉദാഹരണ സഹിതവും പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പോൾ അതിനെ ഇതുവരെ ആർക്കും വ്യാഖ്യാനിക്കേണ്ടി വന്നിട്ടില്ല. അതായത് വ്യാഖ്യാനം ഇല്ലാതെ തന്നെ നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് പതിയുന്ന രീതിയിലുള്ള ഒരു ആഖ്യാന ശൈലിയാണ് പുതിയ നിയമത്തിൽ. പഴയ നിയമത്തെ അപേക്ഷിച്ച് പുതിയ നിയമത്തിലുള്ളൊരു വ്യത്യാസത. അപ്പം ഇവിടെ ഇന്ന് പോപ്പ് ഇറക്കിയിരിക്കുന്ന ഒരു ശാസനം അല്ലെങ്കിൽ ഒരു തീർപ്പ് മാറ്റർ പോപ്പുലി ഫെറ്റിലിസ് എന്നാണ്. അതായത് വിശ്വാസികളുടെ അമ്മ എന്നൊരു തീർപ്പാണ് അദ്ദേഹം കൊടുത്തേക്കുന്നത്. അപ്പം ക്രൈസ്തവ സഭയുടെ ആദ്യകാലം തൊട്ട് ക്രൈസ്തവ സഭയിൽ ഭിന്നതകൾ ഉണ്ടാവുകയും ഏകദേശം 600ഓളം സഭകൾ ഉണ്ടാവുകയും ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മാതാവ് എന്നുള്ള രീതികളിലുള്ള അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനുകളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് സഭകൾ പലപ്പോഴും പിളർന്നു പോയത്. അപ്പോൾ ഇത്തരം ഒരു കാര്യങ്ങളിൽ മദർ മേരി അല്ലെങ്കിൽ വിശുദ്ധ മറിയത്തിനെ പറ്റിയിട്ട് ബൈബിളിലൊരു സ്റ്റാറ്റസ് ഇത്രയും കാലങ്ങളായിട്ട് ഏറ്റവും വലിയ സഭ വത്തിക്കാൻ്റെ നേതൃത്വത്തിലുള്ള കാത്തലിക്കാണല്ലോ. അപ്പോൾ അതിൽ ഇത്രയും കാലം അവർ പ്രത്യേക ഒരു വിഭാഗം തന്നെ, ഒരു സെക്റ്റോ അല്ലെങ്കിൽ ഒരു കൾട്ടോ എന്ന് പറയുന്ന രീതിയിൽ ഈ അമ്മയുടെ, അതായത് വിശുദ്ധ അമ്മയുടെ ശിഷ്യരായിട്ടും അവരെ പ്രാർത്ഥിക്കുന്നവരായിട്ടും ദൈവത്തോട് അവരുടെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമായിട്ടുള്ള ഒരു ജനവിഭാഗം വളർന്നു വന്നിട്ടുണ്ട്. അതൊരു കൾട്ടാണ്, മദർ എന്നുള്ള രീതിയിലുള്ള ഒരു കൾട്ടാണ്. അപ്പോൾ ഈ മദറിന് കൂടുതൽ പ്രാധാന്യം വരുമ്പോഴത്തേക്ക് സണ്ണിന് പ്രാധാന്യം കുറഞ്ഞു പോയോ എന്നൊരു ചിന്ത അതിനകത്ത് ഉണ്ട്. ഇപ്പോൾ ആ ഒരു തർക്കം കുറേ കാലമായിട്ട് സഭകളിൽ ചില പോപ്പുമാർ മദറിനോട് താല്പര്യം കൂടി വരും, ചിലർ കുറഞ്ഞവരും, അങ്ങനെ ഏറെയും കുറഞ്ഞുമൊക്കെ പലരും വന്നെങ്കിലും ഇതുവരെ ആരും ഇക്കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. ഇന്നലെയൊക്കെ പല മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള പല സഭാ നേതാക്കളും പാസ്റ്റർമാരും പിന്നെ വൈദികന്മാരും എല്ലാം ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ചമച്ചിട്ടുണ്ട്. ഈ വ്യാഖ്യാനങ്ങൾ ഓരോരുത്തരും അവരവരുടെ സൗകര്യത്തിനായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യമാണ്. കാര്യം നമ്മളെ പെരുന്തച്ഛൻ്റെ കുളം മാതിരിയാണ്. നമുക്ക് ചതുരത്തിൽ കാണണമെങ്കിൽ നമുക്ക് ചതുരത്തിൽ കാണാം, ത്രികോണത്തിൽ കാണാമെങ്കിൽ ത്രികോണത്തിൽ കാണാം, വട്ടത്തിൽ കാണാമെങ്കിൽ കാണാം. അപ്പോൾ അവർ ഓരോരുത്തരും ചമയ്ക്കുന്ന ആഖ്യാനങ്ങൾ അവരുടെ താല്പര്യത്തിനും അവരുടെ വിശ്വാസത്തിനും അവരുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ടാണ്. നമ്മളതിനകത്ത് ഇടപെടുന്ന കാര്യമില്ല. അത് അവരുടെ മതപരമായിട്ടുള്ള സൗകര്യമാണ്, അവരുടെ കൺവീനിയൻസാണ്. നമ്മളതിനകത്തൊന്നും ഇടപെടുന്നില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് ഇതറിയാൻ താല്പര്യം ഉണ്ടാവും, പോപ്പ് എന്താണ് പറഞ്ഞത്. ഇത്രേ നമ്മളിതിനകത്ത് പറയുന്നുള്ളൂ. ഇത് ആരുടെയും പിന്നെ സൈഡ് ചേർന്നുകൊണ്ടുള്ള ഒരു വീക്ഷണമല്ല. കാര്യം ഞാനൊരു ക്രിസ്തുമത വിശ്വാസം അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ സാധിക്കും. ആദ്യം അദ്ദേഹം പറഞ്ഞേക്കുന്നത് വിശുദ്ധ മറിയം വിശ്വാസികളുടെ മാതാവാണ്. യേശുവിൻ്റെ മാതാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മാതാവ് എന്നതിന് പകരം അവർ എല്ലാ വിശ്വാസികളുടെയും കൂടെ മാതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒരു രീതിയിൽ ഇകഴ്ത്തിയല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വരുന്നതിനകത്ത് ചില ക്ലാരിഫിക്കേഷൻ വരുത്തുക മാത്രമാണ് പോപ്പ് ചെയ്തേക്കുന്നത്. രണ്ടാമത് പറഞ്ഞേക്കുന്നത് അവർ കൃപാവരങ്ങളുടെ ഒരു കുത്തകയായിട്ടാണ് അവരെ പറഞ്ഞേക്കുന്നത്. അതായത് ദൈവത്തിൽ നിന്നും കൃപ അവർക്ക് വിശ്വാസികൾക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് സഭ പറഞ്ഞത് അങ്ങനെയല്ല, ദൈവത്തിനോടല്ല യേശുക്രിസ്തുവിനോടാണ് അവർ നിങ്ങൾ യാചിക്കേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയൊക്കെയാണ് അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുമാണ് പോപ്പ് ഉപദേശിച്ചിരിക്കുന്നത്. അത് എന്നിട്ട് വേറൊരു രീതിയിൽ പറയുന്നുണ്ട്, എല്ലാ വിശുദ്ധർക്കും
ദൈവത്തോടും അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോടും മധ്യസ്ഥത പറയുന്നത് പോലെയുള്ളൊരു മധ്യസ്ഥത വിശുദ്ധ മറിയയ്ക്കും ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഒരു രീതിയിൽ ഇകഴ്ത്തിയിട്ടല്ല, ചിലരുടെ കാഴ്ചപ്പാടുകളാണ്. മാത്രമല്ല, ലോകത്തെ വിശുദ്ധീകരിക്കപ്പെട്ട വനിതകളിൽ ആദ്യത്തെ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം എത്താൻ പറ്റിയ ആദ്യത്തെ വനിതയായിട്ട് അവർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇതെന്ന് വെച്ചാൽ അവർ ഏകരക്ഷകൻ എന്നുള്ള രീതിയിൽ യേശുക്രിസ്തുവിനെ മാത്രമേ അംഗീകരിക്കാവൂ എന്നാണ് പോപ്പ് പറഞ്ഞതിൻ്റെ പക്ഷേ ഈ സാരാംശം. പോപ്പിന്റെ ഈ തീർപ്പ് വിശ്വാസികളുടെ ഇടയിൽ വലിയ പ്രശ്നമല്ലേ സൃഷ്ടിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, പലതായിട്ട് പിരിഞ്ഞ സഭ വീണ്ടും അതിനകത്ത് പിരിവ് എന്നുള്ള വാക്ക് ഉദ്ദേശിച്ചില്ല, അതിനകത്ത് വേർതിരിവുകൾ ഉണ്ടാവാനും ഈ അനുശാസിക്കുന്നതിൽ വിശ്വസിക്കുന്നവരും അതിൽ വിശ്വസിക്കാത്തവരും തമ്മിൽ രണ്ട് ഭാഗത്തിരിക്കാനും സംസാരിക്കാനും തർക്കിക്കാനും പുതിയ സഭകൾ വരാനും ഒക്കെ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹരക്ഷക എന്നുള്ള ഒരു സ്ഥാനം ബൈബിളിൽ പലയിടത്തും, ബൈബിളിലല്ല, ഈ വിശ്വാസികളുടെ ഇടയ്ക്ക് പലയിടത്തും അവർക്ക് ചാർത്തി കൊടുക്കപ്പെട്ടിട്ടുണ്ട്. സഹരക്ഷക എന്നുള്ളതാണ്. യേശുക്രിസ്തു രക്ഷകനും മനുഷ്യകുലത്തിൻ്റെ രക്ഷകനും ഇവർ അതിന് വേണ്ടിയിട്ട് സഹായിച്ച ആളും എന്നുള്ള രീതിക്ക് സഹരക്ഷക എന്നുള്ള ഒരു സ്ഥാനം. അപ്പോൾ ഈ സ്ത്രീ ആയതുകൊണ്ട് അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലല്ല, സ്ത്രീ ആയതുകൊണ്ടല്ല. കാര്യം അവരെ സംബന്ധിച്ചോളം ക്രിസ്തു മതത്തിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്നുള്ളതാണ് ക്രിസ്തു മതത്തിൻ്റെ ആണിക്കല്ല്. അതിന് ഒരു ഇളക്കം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മതത്തിൻ്റെ മൊത്തത്തിലുള്ള വിശ്വാസത്തിൽ വ്യത്യാസം വരും. കാര്യം യേശുക്രിസ്തു പലപ്പോഴും പറഞ്ഞിട്ടില്ല എന്നെ അയച്ചവൻ എൻ്റെ പിതാവ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരിക്കലും യഹോവ എന്ന് പറയുന്നില്ല. എന്നാൽ പഴയ നിയമത്തിൽ യഹോവ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അതിനകത്തുണ്ട്. അതിൽ ചില പെന്തക്കോസ്തുകാർ പഴയ നിയമം മാത്രമാണ് ഫോളോ ചെയ്യുന്നത്, അവർ യഹോവയെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. പിതാവിനെ അവർ എതിർക്കുന്നില്ല, പക്ഷേ അവർ യഹോവയ്ക്കെന്നുള്ള വാക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ പല വെർഷൻസും ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, 600ഓളം സഭകൾ, വലിയ സഭകളുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ മിക്കവാറും എല്ലാ ജംഗ്ഷനിലും ഓരോ സഭകൾ വെച്ചിട്ട് കൂടി വരുന്നുണ്ട്. അപ്പം ഇതിൽ ആർക്കാണോ ഈ പോപ്പ് പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ളവർ അവർക്ക് മാത്രമേ ഈ കത്തോലിക്ക സഭയ്ക്കകത്ത് സ്ഥാനം ഉണ്ടാവും. ഈ കത്തോലിക്ക സഭയിൽ തന്നെ ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടല്ലേ? പോപ്പ് പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് പിന്നെ ചോദ്യം ചെയ്യുന്നവർക്ക് സഭയ്ക്കകത്ത് സ്ഥാനമില്ല. അങ്ങനെ ആകുമ്പോൾ സഭ തന്നെ പിളർന്നു പോകാം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. സംഭവിച്ചാൽ അതിനകത്ത് അതിശയപ്പെടാനുമില്ല. മുമ്പ് ക്രൈസ്തവ സഭ പിളർന്നിട്ടുണ്ട് ഒരുപാട് ഗുണം. അതാണ് ഞാൻ പറഞ്ഞത്, പിളർന്നാണ് ഇപ്പോൾ ഏകദേശം 600ഓളം സഭകൾ, ഔദ്യോഗിക സഭകൾ തന്നെ ഏകദേശം 600ഓളം പേരുണ്ട്. അതിൽ പലരും വത്തിക്കാനെയും പോപ്പിനെയും അംഗീകരിക്കുന്നവരുണ്ട്. അവരുടെ വിശ്വാസങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ വത്തിക്കാനെയും പോപ്പിനെയും അംഗീകരിക്കുന്നവരുമുണ്ട്. ഒരുപാട് സഭകൾ പോപ്പിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ സഭകൾ പലരും കത്തോലിക്ക സഭയുടെ ഉപസഭകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഒരു പോപ്പിനെ തള്ളി പറയുന്നില്ല. പോപ്പ് യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ എന്നുള്ള രീതിയിൽ, കർദിനാൾമാരുടെ തലവൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ അവരെല്ലാവരും അംഗീകരിക്കുന്നു. ആരും രംഗത്തേക്ക് വന്നതായിട്ട് അറിവില്ല. ഇതിലൊരു എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടോ ആരെങ്കിലും? പോപ്പ് പറഞ്ഞതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ആരും കത്തോലിക്ക സഭയിലില്ല. പോപ്പ് പറഞ്ഞതിനെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടും അവർ ഇത്രയും കാലം പിന്തുടർന്നു വന്ന വിശ്വാസത്തിനനുസരിച്ചും വ്യാഖ്യാനിക്കാൻ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും പുതിയൊരു സഭ വരുമെന്നോ അല്ലെങ്കിൽ കത്തോലിക്ക സഭ രണ്ടായിട്ട് പിളരുമെന്നോ നമ്മൾ ഊഹിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ 2000 വർഷം പഴക്കമുള്ള സഭയുടെ ചരിത്രത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴപ്പോഴുള്ള സഭാനാഥന്മാർ അതിന് വേണ്ടിയിട്ടുള്ള കറക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു രീതിയുണ്ട്. അപ്പോൾ ഇതൊരു സഭാനാഥൻ്റെ ഒരു കറക്ഷനോ അല്ലെങ്കിൽ ഒരു തീർപ്പോ അല്ലെങ്കിൽ തെറ്റായിട്ട് വന്ന ഒരു പ്രവണതയെ തിരുത്താനുള്ള ഒരു ഉത്തരവായിട്ടോ അല്ലെങ്കിൽ ഒരു ശാസനമായിട്ടോ നമ്മൾ കണക്കാക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.